അന്യഭാഷാ ചിത്രങ്ങളിൽ ചരിത്രം തിരുത്തിയെഴുതിക്കൊണ്ട് കാന്താര എന്ന കന്നഡ ചിത്രം മലയാളി പ്രേക്ഷകർ കൈനീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കന്നഡ ഭാഷയിൽ ഒരുങ്ങിയ ചിത്രം മലയാളത്തിൽ മൊഴിമാറ്റം നടത്തിയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസിനായി എത്തിയത്. കാന്താര എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ വൻ വിജയത്തിനു ശേഷം വർഷങ്ങൾക്കിപ്പുറം ഋഷഭ് ഷെട്ടി എന്ന ലെജൻഡ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് മുഖ്യ കഥാപാത്രവും അഭിനയിച്ച് വെള്ളിത്തിരയിൽ വിസ്മയം സൃഷ്ടിച്ച സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. വൻ ബഡ്ജറ്റിലൊരുങ്ങിയ ഈ കന്നഡ ചിത്രം മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് നിർമ്മൽ, അശ്വിൻ ഖനാൽ എന്നീ 2 ചെറുപ്പക്കാരാണ്. ഈ സിനിമയുടെ മലയാളം ഡബ്ബിംഗ് പൂർത്തീകരിക്കാനായി കേരളത്തിലെ നിരവധി ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ വോയിസ് സാമ്പിളുകൾ ശേഖരിച്ച് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആർട്ടിസ്റ്റുകളുടെ ശബ്ദം മാത്രമാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് ഉപയോഗിച്ചത്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച ഋഷഭ് ഷെട്ടിക്ക് വേണ്ടി മലയാളം ഡബ് ചെയ്തത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ആർജെയുമായ സുരാജാണ്. 15ലധികം വോയിസ് സാമ്പിളുകൾ നൽകിയതിൽ നിന്നും തെരഞ്ഞെടുത്തതാണ് ആർജെ സുരാജിന്റെ ശബ്ദം. നായിക കഥാപാത്രമായ കനകവതിയായി എത്തിയ രുക്മിണി വസന്തിന് ശബ്ദം നൽകിയത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ സുനിതയാണ്. ചിത്രത്തിൽ ഭോഗേന്ദ്രയായി എത്തിയ പ്രമോദ് ഷെട്ടിക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീനാഥും, ഭൂബണ്ണ എന്ന കഥാപാത്രത്തിന് അജു കിഴ്മലയും, സിനിമയിലെ ഹാസ്യ കഥാപാത്രത്തെ അനശ്വരമാക്കിയ പ്രകാശ് തുമിനാടിനു വേണ്ടി ശബ്ദം നൽകിയത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ റോയി ചാക്കോയും, മായരൂപനായി എത്തിയ വൃദ്ധ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് സുജി ഷമ്പാടിയും, ഗേൻഡ എന്ന കഥാപാത്രത്തിനായി അശ്വിൻ ഖനാലും, ബൈദി എന്ന സ്ത്രീ കഥാപാത്രത്തിനായി വത്സമ്മ സജിത്തുമാണ് ശബ്ദം നൽകിയിരിക്കുന്നത്. കൂടാതെ രാജനിടുക്കി, ചന്ദ്രബോസ്, വേണു തുടങ്ങിയ പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ വിവിധ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകി കാന്താര എന്ന ഈ മനോഹര സിനിമയെ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചിരിക്കുന്നു. 125 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഈ ബ്രഹ്മാണ്ഡ ചിത്രം മലയാളത്തിൽ മൊഴിമാറ്റം ചെയ്ത് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയപ്പോൾ മലയാളി സിനിമാ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. അഭിമാനിക്കാം കന്നഡ സിനിമാ ലോകത്തിനൊപ്പം മലയാളത്തിലെ ഡബ്ബിംഗ് കലാകാരന്മാർക്കും.